ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ അമ്മയും കുട്ടികളും നീറ്റ് വരുമ്പോൾ തന്നെ 8 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജലൂട്ടനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും കുഞ്ഞുകുട്ടി ഇറങ്ങി മുത്തശ്ശൻ്റെ അടുത്ത് ഹാജർ വെക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. രാവിലെ എണീറ്റ് എല്ലാവരോടും നടന്നൊന്ന് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് ആൾ വരുള്ളൂ. ഞാൻ ജലൂട്ടനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇന്ന് പ്രത്യേക തരം വാശിയാണ് കേട്ടോ ചെക്കന്. അങ്ങനെ വാശി പിടിക്കുന്ന ഒരു കൂട്ടത്തിലല്ല, പക്ഷെ ഇന്ന് എന്താണാവോ തണുപ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു വാശിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൻ്റെ ഉടുപ്പൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. ഒന്ന് എണീറ്റ് വന്നാൽ തന്നെ ഒന്ന് മേല് കഴുകാറുണ്ട് കേട്ടോ. അങ്ങനെ കഴുകിച്ചതാണ്. പിന്നെയാണ് ഞാൻ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം സംഭവിക്കുന്നത്. ഇവളേനെ ഞാൻ പല്ല് തേപ്പിക്കാൻ ഇതുപോലൊരു പാട് എനിക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. പല്ല് തേപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനുമാണ് കുഞ്ഞുകുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും പ്രയാസമുള്ളത്. പല്ല് തേക്കാൻ നേരത്ത് ഞാൻ രാക്ഷസിയും അവള് എന്താ പറയുക പൂച്ചക്കുട്ടിയായിട്ട് മാറും. ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടാണ് കേട്ടോ അവളെ കൊണ്ട് പല്ല് തേപ്പിക്കുക. ഭയങ്കര വാശിയാണ് പല്ല് തേക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലുണ്ടോ പല്ല് തേക്കാൻ മടിയുള്ള പിള്ളേർ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് പല്ല് തേക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ദോശയും പരിപ്പ് കറിയായിരുന്നു കേട്ടോ അവൾക്ക് ഉണ്ടായിരുന്നത്. അവൾ ഒട്ടും എരിവ് കൂട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ സംഭവം അവൾക്ക് 2 വയസ്സ് കഴിഞ്ഞു. പക്ഷേ ഈ 2 വയസ്സ് കഴിഞ്ഞാലും അവൾ ഇതുവരെ ഇത് കൂട്ടാൻ തുടങ്ങിയിട്ടില്ല, എരിവ് കൂട്ടാൻ തുടങ്ങിയിട്ടില്ല. ഒന്ന് ചെറുതായിട്ട് വെച്ച് കൊടുക്കുമ്പോഴേക്കും ഇങ്ങനെ എരിവ് വലിച്ചുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഞാനും ചോറ് തന്നെയാണ് കഴിച്ചത്. ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ദോശ കഴിക്കാൻ ഒരു മൂടുണ്ടായിരുന്നില്ല. കുളിച്ച് വന്നപ്പോൾ തന്നെ ഇറങ്ങിയപ്പോൾ കണ്ടത് ഐസുകാരൻ റോട്ടിൽ കൂടെ പോണതാണ് കേട്ടോ. അപ്പം ഐസുകാരൻ്റെ കയ്യിൽ നിന്ന് ഓരോ ഐസും വാങ്ങിച്ച് കഴിച്ചിട്ട് ജലൂട്ടനെയും കുളിപ്പിച്ചു കൂട്ടാം. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കാണ്. പിന്നെ ഇനി വയമ്പ് അരച്ച് തൊടാനൊക്കെ ഉണ്ട്. വയമ്പ് മാവൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്യും കേട്ടോ. മേക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് കണ്ണും പിരിക്കൊന്നും വരയ്ക്കൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വയമ്പും മാവും കൊടുക്കും. അതുപോലെ തന്നെ ഒന്ന് പൗഡർ ഇട്ട് കൊടുക്കും. പിന്നെ ഒന്ന് പൊട്ടും കൊത്തി കൊടുക്കും. അതുപോലെ നമ്മൾ കവിളത്തൊരു കുത്തിടുമല്ലോ, അങ്ങനെ കവിളത്ത് ഒരു കുത്തിട്ട് കൊടുക്കും കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവരെന്നെ കണ്ണും പിരികൊന്നും എഴുതി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ചീത്ത പറയാറുണ്ട് കേട്ടോ. കണ്ണും പിരികൊന്നും എഴുതി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട്. എനിക്കിഷ്ടമാണ്, പക്ഷേ എനിക്ക് എൻ്റെ മൂഡ് പോലെ ഇരിക്കും കേട്ടോ കാര്യങ്ങൾ. എനിക്ക് മൂടുള്ള ദിവസമാണെങ്കിൽ ഞാൻ അവരെന്നെ കണ്ണും പിരികൊക്കെ എഴുതി കൊടുക്കും. മൂടില്ലെങ്കിൽ ഞാനൊന്നും ചെയ്ത് കൊടുക്കില്ല. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൺമഷിയൊന്നും അധികം നല്ലതല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കാത്തത്. പിന്നെ ഞങ്ങൾ കുളിച്ച് കുട്ടപ്പനായിട്ടുള്ള കോലാണിത്. കുളി കഴിഞ്ഞാൽ പിന്നെ ഒരു 1-1.5 വരെ പാലൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.